ഞാൻ ജേക്കബ് ജോർജിന് അവസരം കൊടുക്കുകയാണ്. ഞാൻ മറുപടി പറയാത്തത് ജേക്കബ് ജോർജിന് അവസരം. അല്ല, ജേക്കബ് ജോർജ് പറയട്ടെ, അങ്ങയുടെ സഹ പാനലിസ്റ്റല്ലേ, പറയട്ടെ. അങ്ങ് 8 മണി തൊട്ട് ഇറങ്ങി പോകുന്നാണ് പറയുന്നത്. ദയവായി എനിക്ക് അറിയാം ഇന്നത്തെ ചർച്ചയുടെ പ്രാധാന്യം ആഭിജാത്യം എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ ആൾക്കാരെ വരട്ടാൻ വന്നു കഴിഞ്ഞാല് പോയി പണി നോക്കാനേ പറയുള്ളൂ. അതിന് സുകുമാരൻ നായരായാലും ശരി, നാരായണ പണിക്കരായാലും ശരി, ഇനി ഏത് NSSന്റെ ഏത് പൊങ്കാലായാലും ശരി. പക്ഷേ ഷാബു പ്രസാദ് താങ്കൾ ഈ പറയുന്നത് പോലെ അല്ല. പോയി പണി നോക്കാൻ ഇന്ന് പറഞ്ഞത് സുകുമാരൻ നായരാണ്, നിങ്ങളല്ല. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല പോയി പണി നോക്കടാ എന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? അത് പറഞ്ഞത് സുകുമാരൻ നായരാണ്. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്. എനിക്ക് പറയാൻ പറ്റും. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖരനും BJPക്കും ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവരുടേതായ പല പരിമിതികളും ഉണ്ടാകും. ആ പരിമിതിയാണ് നമ്മൾ ഇന്ന് അന്വേഷിച്ചത്. താങ്കൾ ഇപ്പോൾ ഷാബു പ്രസാദിലേക്ക് അത് കൊണ്ടുവന്നു. ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ പരിമിതി എന്താണെന്നാണ് അന്വേഷിച്ചത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരിമിതി എന്താണെന്നാണ് അന്വേഷിച്ചത്. NSSനെയും SNDPയെയും 2021 നിങ്ങൾക്ക് കൂടെ നിർത്തി അവരെ പറഞ്ഞു പറ്റിച്ച് വോട്ട് പിടിക്കാൻ പറ്റി. പക്ഷേ ഇപ്പോൾ ഇന്ന് അവരെ വേണ്ട, അവരെ വെറുക്കപ്പെടുന്നവരാക്കി മാറ്റി, അവരെ വഞ്ചിച്ചു എന്ന് അവർ പറഞ്ഞപ്പോൾ തിരിച്ചു നിങ്ങൾ അവരെ തെറി വിളിക്കുന്നു. അതാണ് മനസ്സിലായ പരിമിതി എന്താണ്? ജേക്കബ് ജോർജ് ഇവിടെ നിങ്ങൾ ക്ഷണിച്ച പ്രകാരം ഞാൻ ഇവിടെ വന്നിരുന്ന് എന്റെ സ്വന്തം രാഷ്ട്രീയ അഭിപ്രായവും രാഷ്ട്രീയ നിലപാടുമാണ് ഞാൻ പറഞ്ഞത്. അത് BJPയുടെയും RSSന്റെയും അല്ല. അങ്ങേ ഞാൻ ക്ഷണിച്ചത് BJPയുടെ ഭാഗത്ത് വലത് സഹയാത്രികൻ എന്നുള്ള നിലയ്ക്കാണെന്നുള്ളത് അങ്ങേക്കും അറിയാം. അത്രേ ഉള്ളൂ. ഒറ്റ മിനിറ്റ് നമ്മൾ തമ്മിൽ പറയാതിരിക്കൂ, നമ്മൾ തമ്മിൽ തർക്കിക്കാതിരിക്കൂ. കാരണം കൊണ്ടായാലും ശരി, ഞാൻ പറയുന്നത് എന്റെ മാത്രം അഭിപ്രായം. ശരി. ജേക്കബ് ജോർജ് ഒരു മിനിറ്റ്, എനിക്ക് ഒറ്റ മിനിറ്റ് കേൾക്കൂ. അന്ന് സുകുമാരൻ നായർ സുരേഷ് ഗോപിയെ അധിക്ഷേപിച്ചപ്പോൾ അന്ന് വൈകുന്നേരം ചർച്ചയുണ്ടായിരുന്നു മാതൃഭൂമി ചാനലിൽ. അന്ന് വേണുവായിരുന്നു തോന്നുന്നു. ഞാൻ മാതൃഭൂമിയുടെ ഡെസ്കിലിരുന്ന് ഞാൻ പറഞ്ഞു, ഞാൻ സുരേഷ് ഗോപിയോടൊപ്പമാണ് നിന്നത്. അങ്ങനെ ഒരാൾ ചെല്ലുമ്പോൾ അധിക്ഷേപിക്കരുത്, അത് ശരിയല്ല എന്ന് അല്ല, അത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അത് നായർ സമുദായത്തിന്റെ ഞാൻ കണ്ടിട്ടുള്ള നായന്മാരുടെ പറയട്ടെ ജേക്കബ് ജോർജ് പറയട്ടെ. ഒരല്പം അങ്ങനൊരല്പം കുലീനനാണല്ലോ, ഒരു കുലീനനാണല്ലോ അന്ന്. ദയവായി പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നിൽ അത് പറഞ്ഞതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം കൂടി നോക്കണം. അദ്ദേഹം പറഞ്ഞത് ഒരു BJPക്കാരൻ ഞാനിവിടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ NSSൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ മണ്ണിൽ വരണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് PK നാരായണപ്പണിക്കർ പണ്ട് AB വാജ്പേയി കുമരകം കോട്ടയത്ത് കുമരകം ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ അതേ നിലപാട് സ്വീകരിച്ചു. നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ്. AB വാജ്പേയി ഇന്ത്യയുടെ BJP പ്രധാനമന്ത്രി പലതവണ ദൂതന്മാരെ അയച്ച് ക്ഷണിച്ചിട്ടും PK നാരായണപ്പണിക്കർ BJPയുടെ ദേശീയ നേതാവിനെ BJPയുടെ പ്രധാനമന്ത്രിയെ കാണാൻ കൂട്ടാക്കിയില്ല. അത് വലിയ സംഭവമാണ്. ആ നിലപാടിൻ്റെ കരുത്താണത് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരു നായർ സമുദായ നേതാവിൻ്റെ ആദർശ ധീരതയാണ് കാണിക്കുന്നത്. അതിനെ ഞാൻ മാനിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് ജേക്കബ് ജോർജ് ഒരൊറ്റ മിനിറ്റ്, ഷാബു പ്രസാദ് ഇരിക്കുമ്പോൾ കേൾക്കേണ്ടതാണ്. ജേക്കബ് ജോർജ് ഒരൊറ്റ മിനിറ്റ്. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരുപക്ഷെ സുകുമാരൻ നായർ ഒരു പരിധി വരെ മുന്നോട്ട് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കി. ശ്രീ ഷാബു പ്രസാദ് ഒന്ന് കേൾക്കൂ ശ്രീ ഷാബു പ്രസാദ്, ദയവായി കേൾക്കൂ. ശ്രീ ജേക്കബ് ജോർജ്, NSSന്റെ നേതാവ് ശ്രീ സുകുമാരൻ നായർ ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ഇത്തരം ഒരു സന്ദർഭം ഉണ്ടാകുന്ന ഘട്ടം മനസ്സിലാക്കി RSSലേക്കോ അതല്ലെങ്കിൽ സംഘപരിവാറിന്റെ കയ്യിലേക്കോ ഇത്തരം ഒരു രാഷ്ട്രീയ അവസ്ഥ, ശബരിമലയുടെ പേരിലുണ്ടായിരുന്ന ഒരു അവസ്ഥയെ കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കാൻ ഒരുപക്ഷെ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ഒരു തരത്തിൽ അന്ന് മുതൽ ഇടപെടലാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഉപയോഗിച്ച തറവാടി നായർ എന്ന പദപ്രയോഗം അതിൻ്റെ അർത്ഥം ഇതൊക്കെയാണ്. ആ നിലപാട്
അതിന്റെ അർത്ഥം ഇതല്ല. അല്ല, അല്ല, ഒരു അങ്ങ് തറവാടി നായ- ഞാൻ കാണുന്ന അല്ലാതെ വലിയ ഞാൻ തറവാടിയും വിവക്ഷിക്കുന്ന മാന്യനുമായിരുന്നെങ്കിൽ ഞാൻ കാണിക്കുന്ന വിവക്ഷിക്കുന്ന പ്രവൃത്തിയല്ല അർത്ഥം കെട്ടുപോ ഇതാണ്. ചെയ്തത്. ഞാൻ അങ്ങനെ ഒരു അയാൾ നിലപാട് എടുത്തിട്ടുണ്ടോ ഒരു എന്ന് മാന്യനായ സുരേഷ് വ്യക്തി, അങ്ങയുടെ ഒരു എം പി മാന്യനായ വ്യക്തി കാണിക്കുന്ന പ്രവൃത്തി ഇതല്ല. അല്ലല്ല ഒരു അങ്ങയുടെ എം മാന്യനായ പി വ്യക്തി അങ്ങയുടെ എം പി കാണിക്കുന്ന സുരേഷ് പ്രവൃത്തി ഗോപിയോട് ഇതല്ല. അന്ന് ഞാൻ അദ്ദേഹം ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയും 6 മാസം മുമ്പ് ഞാൻ പറഞ്ഞ ഒരു 6 മാസം മുമ്പ് BJP നേതാവായിരുന്ന ഗോവ ഗവർണറായിരുന്ന PS ശ്രീധരൻപിള്ളയുടെ പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന്റെയൊക്കെ പേരാ മാന്യത എന്ന്. ഞാൻ അക്കാര്യത്തിലൊക്കെ CPM അംഗീകരിക്കുന്നുണ്ട്. ഒ രാജഗോപാൽ BJP നേതാവായിരുന്ന ഒ രാജഗോപാലിനെ AKG സെന്റർ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അന്തസ്സായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അല്ലാതെ ഒരു BJP-ക്കാരൻ ഇങ്ങോട്ട് കയറണ്ട എന്ന് അവർ പറഞ്ഞിട്ടില്ല, തിരിച്ചും ചെയ്യില്ല. ഇതിന്റെയൊക്കെ പേരാണ് ഈ നാട്ടിൽ മാന്യത എന്ന്. അല്ലാതെ ഒരു ഓഫീസിൽ വന്നപ്പോൾ ഒരു BJP-ക്കാരൻ എന്റെ കോമ്പൗണ്ട് കയറിപ്പോകരുത്, അതുകൊണ്ട് ഞാൻ ആട്ടിയിറക്കി വിട്ടു എന്ന് പറയുന്നത് ആശയദാർഢ്യമാണ്, വിശ്വാസദാർഢ്യമാണ്, തറവാട്. അല്ല അങ്ങനെ ഒരുപക്ഷെ സുകുമാരൻ നായരെ പോലുള്ള ആളുകളെയും ഈ സാമുദായിക സംഘടനാ നേതാക്കളെയും ഒന്നും നമുക്ക് രാഷ്ട്രീയക്കാരായി കാണാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എടുക്കുന്നത് പോലെയുള്ള ഒരുപക്ഷെ ഒരു സ്ട്രക്ചേർഡായ ഒരു ശീലം അവർക്കുണ്ടാകില്ല. അവരുടേതായ പ്രശ്നങ്ങൾക്കനുസരിച്ച് അവർ ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടാകാം. അത് മനസ്സിലാക്കാൻ അന്ന് സുരേഷ് ഗോപിക്ക് അന്ന് അത് മനസ്സിലായിട്ടുണ്ട്. അതിന് പിന്നീട് അദ്ദേഹം അതനുസരിച്ച് പെരുമാറിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ഓർത്തു വെച്ച് അദ്ദേഹത്തെ തെറി വിളിക്കരുത് ദയവായി. ഈ നാട്ടിൽ നടന്ന കാര്യങ്ങൾ ശരി. ഇപ്പോഴാണ് നിങ്ങൾക്ക് സുകുമാരൻ നായർ ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കത് ഓർമ്മ വന്നത്. സുകുമാരൻ നായർ അത് പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പഴയതൊക്കെ ഓർമ്മ വന്നത്.